ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 37. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതോ യോഗാച്ഛലിതമാനസഃ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. വിവർത്തനം. അർജുനൻ പറഞ്ഞു, അലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയജ്ഞാനിയുടെ ഗതിയെന്ത്? ആരംഭത്തിൽ വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിൻ്റെ പരിപൂർണതയിലെത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്തു സംഭവിക്കും? ഭാവാർത്ഥം. ആത്മസാക്ഷാത്കാരത്തിലേക്ക് അഥവാ യോഗ ദർശനത്തിലേക്കുള്ള വഴി ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജീവസത്ത ഈ ഭൗതിക ശരീരമല്ലെന്നും അതിൽ നിന്നും ഭിന്നനാണെന്നും തൻ്റെ യഥാർത്ഥ സുഖം സച്ചിദാനന്ദ ജീവിതത്തിലാണെന്നുമുള്ള ബോധമാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ അടിസ്ഥാന തത്വം. ശരീര മനസ്സുകൾക്ക് അതീതമായതാണ് ഈ സച്ചിദാനന്ദം. ജ്ഞാനമാർഗത്തിലൂടെയോ അഷ്ടാംഗ യോഗചര്യയിലൂടെയോ ഭക്തിയോഗം വഴിക്കോ ജനങ്ങൾ ആത്മസാക്ഷാത്കാരം തേടുന്നു. ഏതു വഴിക്കായാലും ജീവാത്മാവിൻ്റെ മൂലസ്വരൂപത്തെയും ഭഗവാനുമായുള്ള ബന്ധത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം പുനഃസ്ഥാപിച്ച് കൃഷ്ണാവബോധത്തിൻ്റെ പരമകാഷ്ഠയിലെത്തേണ്ടതെങ്ങനെയാണ് എന്ന് അറിയേണ്ടതുണ്ട്. മുൻപറഞ്ഞ 3 പദ്ധതികളിൽ ഏതു സ്വീകരിച്ചാലും വേഗത്തിലോ പതുക്കെയോ തീർച്ചയായും ആ പരമപദം പോകാം. 2-ാം അധ്യായത്തിൽ ഭഗവാൻ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മോക്ഷത്തിലേക്കുള്ള വൻ പ്രതീക്ഷയാണ്. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ശരിയായ രീതി എന്ന നിലയിൽ ഈ 3 പദ്ധതികളിൽ വെച്ച് ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായത് ഭക്തിയോഗമത്രേ. കൃഷ്ണന്റെ മുൻവാക്കുകളെ ഒന്നുകൂടി ഉറപ്പുവരുത്തുവാനായി ഇവിടെ അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്. ഒരാൾ ആത്മാർത്ഥതയോടെ സാക്ഷാത്കാരത്തിൻ്റെ മാർഗം സ്വീകരിക്കാം. പക്ഷേ ജ്ഞാനത്തെ വളർത്തിയെടുക്കലും അഷ്ടാംഗയോഗ പരിശീലനവും ഇന്ന് കൂടുതൽ ദുഷ്കരമാകയാൽ നിരന്തരം പരിശ്രമിച്ചാൽ കൂടി വിവിധ കാരണങ്ങളാൽ പരാജിതനായെന്ന് വരാം. ഒന്നാമത്, അയാൾ ഈ പദ്ധതിക്ക് ആവശ്യമായ പ്രാധാന്യം കൽപ്പിക്കുകയില്ല. ആധ്യാത്മിക മാർഗത്തിലിറങ്ങുന്നത് മായാശക്തിയോട് യുദ്ധം പ്രഖ്യാപിക്കലാണെന്ന് തന്നെ പറയാം. അതിനാൽ തൻ്റെ പിടുത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്ന മനുഷ്യനെ വിവിധങ്ങളായ പ്രലോഭനങ്ങൾ കൊണ്ട് മായാശക്തി തോൽപ്പിക്കാൻ തുനിയുന്നു. സ്വാഭാവികമായി തന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രലോഭനത്താൽ വശീകൃതനാണ് ബദ്ധനായ ജീവാത്മാവ്. ആധ്യാത്മിക ചര്യയിൽ യമനിയമങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും പ്രലോഭനങ്ങളാൽ വശീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് താനും. യോഗാച്ഛലിത മാനസ ആധ്യാത്മികമായ മാർഗത്തിൽ നിന്നുള്ള ഭ്രംശമാണിത്. ആത്മജ്ഞാനത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചാലുള്ള ഫലം എന്തെന്നറിയാൻ അർജുനന് ആഗ്രഹമുണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.